ഇമാം ഇബ്നു ഹിബ്ബാൻ അതാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നതാണ്. അദ്ദേഹം തനിക്കും തൻ്റെ കൂട്ടുകാരനും ഉണ്ടായ ഒരു അനുഭവമാണ് നമ്മോട് പങ്കുവെക്കുന്നത്. അതാ പറയുന്നത്, ഞാനും ഉബൈദ് ഇബ്നു ഉമൈറും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഉബൈദ് ഇബ്നു ഉമൈർ ഇബ്നു ഖതാദ അൽ ലൈസി അൽ മക്കി, അദ്ദേഹം സുപ്രസിദ്ധനായ താബിഈയാണ്. മക്കയിൽ അദ്ദേഹം ഒരു സാരോപദേശിയായിരുന്നു. ആളുകൾക്ക് സദുപദേശം നൽകുന്ന മഹാനുമായിരുന്നു. അതാ പറയുന്നത്, ഞാനും ഉബൈദ് ഇബ്നു ഉമൈറും ആയിഷയുടെ അടുക്കലേക്ക് കടന്നു ചെന്നപ്പോൾ ആയിഷ അദ്ദേഹത്തോട് ഖഫിഫ് ഫഇന്ന ദിക്റ സഖീലുൻ എന്ന് പറയുന്നുണ്ട്. താങ്കൾ സാരോപദേശം നൽകുമ്പോൾ, ആളുകൾക്ക് സദുപദേശം പകരുമ്പോൾ ലഘൂകരിക്കണം. കാരണം ഉത്ബോധനം ആളുകൾക്ക് ഭാരിച്ചതാണ്, അതുകൊണ്ട് എപ്പോഴും അതിൽ ലഘൂകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖദ് ആന ലക അൻ തസൂറന എന്ന് ഉബൈദിനോട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, നമ്മെ സന്ദർശിക്കുവാൻ സമയമൊത്തോ എന്ന്. കുറേ കാലമായിട്ട് ഉബൈദ് ഇബ്നു ഉമൈർ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സന്ദർശിച്ചിട്ടില്ലാത്തതിനാലുള്ള അവരുടെ ആ പരിഭവവും അതിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അഖൂലു യാ ഉമ്മ കമാ ഖാലൽ അവ്വൽ, ഉമ്മ പണ്ടുള്ളവർ പറഞ്ഞതുപോലെയാണ് ഞാൻ അതിന് പറയുന്നത് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് പണ്ടുള്ളവർ പറയുന്നത് സുർ ഹിബ്ബൻ തസ്ദദു ഹുബ്ബൻ എന്നാണ്. വല്ലപ്പോഴുമൊക്കെ സന്ദർശനം നടത്തുക, അപ്പോൾ കൂടുതൽ സ്നേഹവായ്പുകൾ ലഭ്യമാകും എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും ഈ ഒരു സന്ദർശനത്തിൽ ഉബൈദ് ഇബ്നു ഉമൈർ ആയിഷ റളിയല്ലാഹു തആലയോട് പറയുന്നുണ്ട്, അഖ്ബിരീന ബി അഅജബി ഷൈഇൻ റഅയ്തിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതരോടൊത്തുള്ള ജീവിതത്തിൽ നിങ്ങൾ കണ്ട ഏറ്റവും ആശ്ചര്യകരമായ അത്ഭുതകരമായ കാര്യം ഞങ്ങളോടൊന്ന് പറഞ്ഞാലും പങ്കുവച്ചാലും. അപ്പോൾ ഫസക്കത്തത്, ഉമ്മ ആയിഷ മൗനം ഭജിച്ചു. സുമക്കാലത്ത് എന്നിട്ട് അവർ പറഞ്ഞു, ലമ്മ കാന ലൈലത്തുൻ മിനൽ ലയാലി, ഒരു രാത്രി, ഖാല തിരുദൂതർ പറഞ്ഞു, യാ ആയിഷ ദരീനി അതഅബ്ബദുൽ ലൈലത ലി റബ്ബി, എന്നെ ഈ രാത്രി അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ നിങ്ങൾ വിട്ടേച്ചാലും സമ്മതിച്ചാലും. ആയിഷ റളിയല്ലാഹു തആല അവിടുത്തെ റസൂലുള്ളാഹി അന്തി ഉറങ്ങേണ്ട രാത്രിയായിരുന്നു പ്രസ്തുത രാത്രി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അനുവാദം ചോദിക്കുന്നത് ആ രാത്രി ഇബാദത്തിൽ കഴിയാൻ. അപ്പോൾ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞു, വല്ലാഹി ഇന്നി ല ഉഹിബ്ബു ഖുർബക് വ ഉഹിബ്ബു മസറക്, അങ്ങയുടെ സാമീപ്യം അള്ളാഹുവാണേ ഞാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷെ അങ്ങേക്ക് ഇഷ്ടകരമായതെന്താ അതെല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുന്നത്, ഫഖാമ ഫതതഹർ, വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് തിരുദൂതർ ശുദ്ധി വരുത്തി. സുമ്മ ഖാമ ഫ യുസല്ലി, പിന്നീട് തിരുദൂതർ നിസ്കരിക്കാൻ നിന്നു. അങ്ങനെ ആ നിസ്കരിക്കാനുള്ള നൃത്തത്തിൽ ഫലം യസൽ യബ്കി ഹത്ത ബല്ല ഹിജ്റഹു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ട് നനയുവോളം അവിടുന്ന് കരയുകയുണ്ടായി, കരഞ്ഞുകൊണ്ടിരുന്നു. സുമ്മ ബക്ക ഫലം യസൽ യബ്കി ഹത്ത ബല്ല ലിഹിയതഹു, വീണ്ടും അവിടുന്ന് കരഞ്ഞു അദ്ദേഹത്തിൻ്റെ താടി നനയുവോളം. സുമ്മ ബക്ക, പിന്നെയും അവിടുന്ന് കരഞ്ഞു. ഫലം യസൽ യബ്കി ഹത്ത ബല്ലൽ അർദ്, ആ കരച്ചിലിൽ മണ്ണ് നനയുവോളം അവിടുന്ന് കരയുകയുണ്ടായി, കരച്ചിൽ തുടർത്തി എന്നാണ്. ഫജാ ബിലാലു യുദിനുഹു ബിസ്സലാഹ്, പിന്നീട് ബിലാൽ വന്നു നിസ്കാര വിവരം അറിയിക്കുന്നതിനു വേണ്ടി. ഫലമ്മ റഅഹു യബ്കി, ബിലാൽ വന്നപ്പോൾ തിരുദൂതർ കരയുകയാണ്. ആ കരച്ചിൽ ബിലാൽ കണ്ടപ്പോൾ, യാ റസൂലല്ലാഹ് ലിമ തബ്കി വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖർ, തിരുദൂതരെ അങ്ങ് എന്തിനാണ് കരയുന്നത്? അങ്ങേക്ക് കഴിഞ്ഞു പോയതെല്ലാം വരാനിരിക്കുന്നതെല്ലാം പുറത്തിരിക്കെ. അതിനോടാണ് തിരുദൂതരുടെ പ്രതികരണം, അഫല അകൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ ഒരു നന്ദിയുള്ള അടിമ ആകേണ്ടേ എന്ന് അവിടുന്ന് അനുബന്ധം പറഞ്ഞു. അതാണ് നമ്മുടെ വിഷയം, നമ്മൾ പഠിക്കാനുള്ള ഈ ഒരു മഹൽ വചനം, അതുമായി ബന്ധപ്പെട്ട വിഷയം. എന്താ തിരുദൂതർ പറഞ്ഞത്? ലഖദ് നസലത് അലയ്യ ലൈലത ആയത്തുൻ വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, അല്ലാഹുവാണ് എനിക്ക് ഈ രാത്രി ഒരായത്തിറങ്ങി, വൈലുൻ ലിമൻ ഖറഅഹ, ആ ആയത്ത് ഓതി, വലം യതഫക്കർ ഫീഹ, അതിൽ ചിന്ത നട്ടിട്ടില്ലാത്ത ആലോചിച്ചിട്ടില്ലാത്ത ആളുകൾ അവർക്കാകുന്നു നാശം. എന്നിട്ട് തിരുദൂതർ ആ ആയത്ത് ഓതി, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽകി ലത്തി തജ്രി ഫിൽ ബഹർ والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح
വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർദി ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ ഈ തുടക്കത്തിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൻ്റെ ഈ സന്ദർഭത്തിൽ ഈ ഒരു സംഭവത്തെ ഉണർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലായിരിക്കെ ഒരു രാത്രിയാണ് ഈ ഒരു വചനം ഇറങ്ങിയത്. ആ വചനം ഓതി അതിൽ ചിന്തിക്കാത്തവർക്ക് മുന്നറിയിപ്പുണ്ട് തിരുദൂതരിൽ നിന്ന്. അതാണ് വൈലുൻ ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹ എന്ന് അവിടുന്ന് പറഞ്ഞത് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. അതോതാനും അതിൽ ചിന്തിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുകയും നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത തിരുദൂതർ അതിൽ ചിന്ത നടുകയും ആലോചിക്കുകയും ചെയ്തത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മളോട് പറയുകയാണ്. ആയത്തിറങ്ങിയതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്തോതി നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ കലങ്ങി, കണ്ണ് കരഞ്ഞു, കൽബ് പിടച്ചു. ആ കരച്ചിലിൽ കണ്ണീർ തുള്ളികൾ മടിത്തട്ടിൽ വീണു, താടിയിൽ ഒലിച്ചിറങ്ങി, മണ്ണിലും തട്ടി. അത്രമേൽ തിരുദൂതർ കരയുകയുണ്ടായി എന്നാണ്.